അസ്സലാമലൈക്കും നമസ്കാരം. ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ എക്സ്റ്റീരിയറും അതിലുപരി ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ എടപ്പാള് പോത്തന്നൂരുള്ള അക്ബർ അൻഷദ ദമ്പതികളുടെ വീടാണ് കേട്ടോ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിലേറെ മുറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോണിന് ഏകദേശം സ്ക്വയർ ഫീറ്റിന് 80 രൂപയാണ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോഴന്നെ കാണുന്ന ഭാഗം നമ്മുടെ സിറ്റ് ഔട്ട് ആണ്, ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് ഒരു കുഞ്ഞു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഷോ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ രണ്ട് വശത്തായിട്ടുള്ള വോളിൽ നോക്കുകയാണെങ്കിലും 2 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയന്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുവേ. കൂടാതെ നമ്മുടെ ബെഡ്റൂമിൽ നിന്നായിട്ടും ഒരു ബാൽക്കണി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ നിന്ന് കാണാം കേട്ടോ. വീടിന്റെ സൈഡിലായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പ്ലാൻ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തന്നെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം വലിയൊരു സ്റ്റെപ്പും സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 200 രൂപ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെപ്പിന്റെ ആ ഒരു ഭാഗത്തായിട്ടും ഒരു കുഞ്ഞു പ്ലാൻ ബോക്സ് കാണാവേ. കൂടാതെ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രേ ഷെയ്ഡിനാണ് കേട്ടോ പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കാനായിട്ട് ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇരിക്കാനായിട്ട് വുഡിന്റെ 3 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നിന് ഏകദേശം 2700 രൂപയാണ് ആയിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് അത്യാവശ്യം വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് വോൾ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ 4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ്. അത്യാവശ്യം വലിയൊരു ഡോറും അതുപോലെ തന്നെ വലിയൊരു പാനലൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനും കൊണ്ടുവന്നിട്ടുണ്ട്. മലേഷ്യൻ ഇരുളാണ് കേട്ടോ വുഡൊക്കെ വന്നിട്ട്. കൂടാതെ സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കിയാലോ. നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോഴേ എൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടെ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നായിട്ട് നമ്മൾ ഈ കയറി വരുമ്പോഴേ ഈ ഒരു പാസേജിലായിട്ട് ഈ ഒരു ഹോളിൽ നിന്ന് സീലിംഗിലോട്ട് ഡയറക്റ്റ് നല്ല ഭംഗിയിൽ ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലായിട്ട് തന്നെ ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സും വരുന്നുണ്ട്. അപ്പൊ നമ്മളിനി നമ്മുടെ ഫോർമൽ ലിവിംഗ് ഏരിയയിലോട്ട് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് നല്ല അടിപൊളി കളർ തീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്ററാണ്. 2 സീറ്റർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പിൽ നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന 2 ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ സീറ്റർ കൂടി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നമ്മുടെ ഈ ഒരു സോഫ സീറ്റേഴ്സിന് ഏകദേശം ഒരു 50,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇവിടെ 2 വശത്തെ വോളിലായിട്ടും അത്യാവശ്യം വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിൻഡോയിലായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. നമ്മുടെ സോഫയുടെ ആ ഒരു കളർ തീമിനോട് മാച്ച് ആക്കിയിട്ടുള്ള ഫാബ്രിക് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മളിത് ഇവിടെ 2 വശത്തെ വോളും ഷോ വോളായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഷെയ്ഡിൽ പെയിന്റിംഗ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. അതിലായിട്ട് തന്നെ ബ്ലാക്ക് ലൈൻസ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ 2 സോഫേന്റെ ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസിലായിട്ടും ഒരു ടേബിൾ കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സീലിംഗിലോട്ട് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണെങ്കിലും ഇടയ്ക്ക് ആ ഒരു ഗോൾഡൻ ഡിസൈൻ വന്നപ്പോൾ അത് വന്നിട്ട് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫോർമൽ ലിവിംഗിൽ നമ്മുടെ ഈ ഒരു ഹോളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു പാനൽ ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിലാട്ടോ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഫ്രെയിം കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് നമ്മൾ ഷോ വോളിൽ കണ്ട ഒരു ഗ്രീൻ ഷെയ്ഡില്ലേ ആ ഒരു പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് അല്ലേ. ശേഷം ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഇവിടെ ഫാമിലി ലിവിങ്ങും TV യൂണിറ്റും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഫാമിലി ലിവിംഗ് കാണാം. ഇവിടെ മെൽ ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബേജ് ഷെയ്ഡിലാണ് വരുന്നത്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 34,000 രൂപയാണ് ഈ ഒരു സീറ്റിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നടുക്കായിട്ടും ഒരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ഈ ടീ ടേബിളൊക്കെ വളരെ വെറൈറ്റി ആയിട്ട് പൊതുവെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വോളിലായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ഗ്രേ കളർ തീമിലാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ഡ്രോയറും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ വോൾ കണ്ടില്ലല്ലോ. ഈ വോളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലൂവർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് CCTVന്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സീലിംഗ് വരുന്നത് ഡബിൾ ഹൈറ്റിലായിട്ടാണ് കേട്ടോ. അത് നമ്മൾ സ്റ്റെയർ ഒക്കെ നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ നമ്മളിപ്പോൾ ഫോർമൽ ലിവിംഗ് ഏരിയയും അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് ഏരിയയും കണ്ടില്ലേ. ഇനിയിപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഫാമിലി ലിവിംഗിന്റെ സീലിംഗ് വന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിന്റെ സീലിംഗ് വന്നിട്ടും ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഈ ഒരു പാസേജിലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഉള്ളിലായിട്ട് ഇതുപോലെ ലൂവേഴ്സ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് ആ ഒരു ഗോൾഡൻ ഡിസൈനും വരുന്നുണ്ട്. കൂടാതെ മറ്റു ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കല്ലേ. ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ ഈ ഒരു സ്പേസിലേക്ക് വലിയൊരു ടേബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ്. നമ്മുടെ ഈ ഒരു ടേബിളിന് ഏകദേശം 30,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ചെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കുഷ്യൻ വരുന്ന ചെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെയറിന് ഏകദേശം 6,800 രൂപ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീടിന്റെ ഫ്ലോർ മൊത്തത്തിൽ സിൽവാന്റെ അസർവ ഫ്രഷ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 85 രൂപ വരുന്നുണ്ട്. ഇനി ഇവിടെ വോളിലൊക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇതുപോലെ അറബിക് കാലിഗ്രഫി ഡിസൈനും വോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു ഡോർ വരുന്നുണ്ട് കേട്ടോ. UPVC ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മറ്റു സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇതുപോലെ ഡബിൾ കേർട്ടൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫുൾ ആയിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി കളർ തീമിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിന് ബാക്കിലായിട്ട് സേഫ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് പോലെ ഷട്ടർ ആണ് കേട്ടോ. റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഷട്ടർ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് മുകളിൽ നിന്ന് ഒന്നുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുവേ. അപ്പൊ നമുക്കിനി ഈ വീടിന്റെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഫോമൽ ലിവിംഗും ഫാമിലി ലിവിംഗും ഡൈനിങ്ങും ഒക്കെ ഇപ്പൊ കണ്ടില്ലേ. ഇനി നമ്മുടെ ഈ ഒരു ഡൈനിങ് ഇല്ലേ, അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷേരിയും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഷേരി വളരെ ഹൈഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഡൈനിങ് ഏരിയന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ കിച്ചൺ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു 2 വശത്തായിട്ട് തന്നെ 2 ബെഡ്റൂംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ 3 ബെഡ്റൂമും മുകളിലായിട്ട് 2 ബെഡ്റൂമും ആട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കുറച്ച് ഹൈഡ് ചെയ്തിട്ട് എന്നാ ഒരു എസ്തറ്റിക് ലുക്കിലാട്ടോ ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വോളിൽ നമ്മുടെ ആ ഒരു റൂമിന്റെ ഈ ഒരു ഭാഗത്തേക്കുമായിട്ട് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. സിമെന്റ് ടെക്സ്ചർ ആണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു പാർട്ടീഷൻ എന്നുള്ള നിലക്ക് ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിറർ വരുന്ന ബാക്ക് വോളായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അത്യാവശ്യം വലിയൊരു സ്ക്വയർ മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. LED ലൈറ്റിംഗ് മിറർ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നല്ല ഭംഗിയിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടോപ്പിലായിട്ട് ടൈലാട്ടോ കൊടുത്തിട്ടുള്ളത്. തിക്നെസ്സിന് വേണ്ടിയിട്ട് 45 ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ വാഷേരിയനോട് ചേർന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളിലെ കോമൺ ബാത്റൂം വരുന്നത്. അപ്പൊ അതൊന്ന് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ചെറിയൊരു ബാത്റൂം ആണ് കേട്ടോ. ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഷോ വാളിലായിട്ട് ഡിസൈൻ വരുന്ന ടൈല് ആ ഒരു സെയിം ടൈൽ തന്നെ നമ്മുടെ ആ ഒരു വാളിലും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാവേ. ഇവിടെ നടുക്കായിട്ട് തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ കാണാം. കൂടാതെ നമ്മുടെ ആ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യൻ വരുന്നുണ്ട് കേട്ടോ. അത് വോളിൽ ഫിക്സ്ഡ് ആണ്. കൂടാതെ ആ ഒരു വോളിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നല്ല മൈക്കൊട്ടിച്ച് അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ തന്നെ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വീട്ടിൽ ടോട്ടൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് 87,000 രൂപയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഈ ബേ വിൻഡോയിലായിട്ട് തന്നെ ഒരു കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുഷ്യൻ ചെയ്യിക്കാനായിട്ടുള്ളത് 9,000 രൂപയാണ്.
ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയ സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിൽ തന്നെയാണ് മൈക്കൊട്ടിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡ്രസ്സിങ് ഏരിയക്കും വാർഡ്രോബിനും കൂടി വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടാട്ടോ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലോട്ട് വരാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഒരു മിററും താഴെയായിട്ട് ഒരു ഡ്രോയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ ഒത്തിരി ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബാത്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഷവറിങ്ങിനും ടോയ്ലറ്റിനും വാഷ് ഏരിയക്കും ഒക്കെ സെപ്പറേറ്റ് തന്നെ യൂണിറ്റ്സ് വരുന്നുണ്ടേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കിയാലോ. നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട് ഒരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ കോട്ടാണ് വരുന്നത്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു കുഞ്ഞു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹെഡ് ബോർഡ് വന്നിട്ടും വോളിൽ ഫിക്സ്ഡ് ആണ്. ഈ ഒരു ഷോ വാളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലായിട്ട് തന്നെ ഒരു വാൾമെറ്റൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് തന്നെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഇതുപോലെ തന്നെ പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്ക് അത്യാവശ്യം വലിയൊരു സെറ്റപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. ദെൻ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഓപ്പൺ ആയിട്ടും അല്ലാതെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ പ്രൊഫൈൽ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബുക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ആയിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ റൂമിലായിട്ടും ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ കളർ തീമിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ വാർഡ്രോബിനും ഡ്രസ്സിംഗ് ഏരിയക്കും ബാത്റൂമിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങോട്ടൊരു സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനാണ് കേട്ടോ. ഇവിടെ ആയിട്ട് തന്നെ അതേ രീതിക്ക് തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാത്റൂം ഒന്ന് നോക്കല്ലേ. ഫസ്റ്റ് റൂമിൽ കണ്ട ആ ഒരു ബാത്റൂമിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കിങ് സൈസിൽ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ സൈഡ് ടേബിൾ വരുന്നുണ്ട്. നമ്മുടെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ കുഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു ഷോളായിട്ട് നോക്കുകയാണെങ്കിലും മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ച് ചെയ്തതാണ്. അവിടുന്ന് ജസ്റ്റ് നമ്മുടെ സീലിംഗിലോട്ടും ആ ഒരു ഡിസൈൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ സീലിംഗിലായിട്ടും മറ്റു LED ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും വലിയ വിൻഡോ വരുന്നുണ്ട്. സെയിം ആ ഒരു റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും വാർഡ്രോബിനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് മിറർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വോളാണ്. ഈ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ബെഡ്റൂമിലായിട്ടും ബാത്റൂം വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കല്ലേ. ഈ ബാത്റൂമിലും നല്ല സൗകര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയക്കും ടോയ്ലറ്റിനും ഒക്കെ സെപ്പറേറ്റ് യൂണിറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കിച്ചൺ നോക്കുന്നതിന്റെ മുന്നായിട്ട് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. ഇവിടുത്തെ സ്റ്റെപ്പിന്റെ ആ ഒരു ഫെസിലിറ്റീസ് നോക്കിക്കേ നിങ്ങള്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഇതുപോലെ സെൻസർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ടൈലാണ് കേട്ടോ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. നമ്മൾ കയറുന്നതിനനുസരിച്ച് ആ ലൈറ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റെയറിനെ നല്ലോണം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഹാൻഡ് റെയിൽ വന്ന് നോക്കുകയാണെങ്കിൽ ടഫൻ ഗ്ലാസും വുഡും ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് ഇതുപോലെ ലൈൻസ് ഒക്കെ വന്ന് വോൾ ഫ്രെയിംസ് ഒക്കെ കൊടുത്തപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എക്സ്റ്റീരിയർ നോക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെയർ ഏരിയന്റെ ഭാഗത്ത് ഒരു ബാൽക്കണി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ ഇതുപോലെ ഫുൾ കേർട്ടൻ ആണ് കേട്ടോ വരുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ UPVC ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റൂട്ടാ. അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു കുഞ്ഞു ബാൽക്കണി സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. വുഡൻ തീമിൽ തന്നെ ഫ്ലോറിൽ ടൈലൊക്കെ വരുന്നുണ്ട്. ദെൻ റെയിലിംഗും ചെയ്തിട്ടുണ്ട്. അവിടെ റൂഫിലായിട്ട് ഇതുപോലെ സീലിംഗും ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് പോലാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ താഴെ ഫ്ലോറിൽ കണ്ട ആ ഒരു സെയിം ടൈൽ തന്നെയാണ് കേട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള അയൺ ടേബിൾ വരുന്നുണ്ട്. ദെൻ ഈ ഒരു പാസേജിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ പാസേജിൽ കണ്ട ആ ഒരു സെയിം സീലിംഗ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മുടെ മുകളിലത്തെ ഹോളിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു രണ്ട് വശത്തായിട്ട് കൊടുത്തിട്ടുള്ള ആ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ റെയിലിംഗ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റി ആണ് അല്ലേ. ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് LED ലൈറ്റിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോറേജും ഡ്രോയറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ.
ഇനി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ കോട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടില്ലേ, ഏകദേശം ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ്റെസ്റ്റിന്റെ ഭാഗത്ത് കുഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബോർഡ് വന്നിട്ടും മൾട്ടിവുഡിൽ മൈക്കൊടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കൂടാതെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വിൻഡോയിലായിട്ട് ബേ വിൻഡോയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഷൻ ചെയ്യാൻ 9,000 രൂപയാണ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബേ വിൻഡോന്റെ കുഷൻ. അത് ഈ രണ്ട് ബേ വിൻഡോയിലും കൂടി കുഷന്റെ കാര്യമായിട്ടോ പറഞ്ഞത്. ദെൻ നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്കിംഗ് ഏരിയ സെറ്റപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ സീലിംഗിലോട്ട് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് നമ്മുടെ ബാത്റൂം ഈ ഒരു ഭാഗത്താട്ടോ വന്നിട്ടുള്ളത്. നല്ല സൗകര്യത്തിലാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് വാഷ് ഏരിയന്റെ യൂണിറ്റും അതുപോലെ തന്നെ വോളിലൊക്കെ ടൈലൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ടേ. അപ്പം നമ്മളിനി 5ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നോക്കുന്നത്. ഈ ബെഡ്റൂമിൽ കാര്യമായിട്ട് ഫർണിച്ചേഴ്സും കാര്യമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഒരു വിൻഡോ വരുന്നുണ്ട്, റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. അപ്പം ഈ റൂമിൽ നിന്നായിട്ടും ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും ഇതുപോലെ ഫുൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതേ ബാൽക്കണിയിലോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റെയറിന്റെ ഭാഗത്ത് കണ്ടില്ലേ, അതുപോലെ തന്നെ UPVC സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും സ്ലൈഡ് ചെയ്യാം. അതുപോലെ വുഡൻ ടൈപ്പ് ടൈലും റെയിലിങ്ങും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഇനി നമ്മൾ നമ്മുടെ കിച്ചൺ ആണ് നോക്കാൻ പോകുന്നത്. കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഇതുപോലെ വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനുള്ളിലോട്ട് പോയി നോക്കിയാലോ. നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിലും ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാട്ടോ കൊടുത്തിട്ടുള്ളത്. മറിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു ഷോ കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ വോളിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലുമാണ്. അതൊരു പ്രത്യേക ഭംഗി കിട്ടും. കാരണം നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്ത ആ ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊതുവായിട്ട് കാണുന്ന കിച്ചണിലൊക്കെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പേസ്റ്റൽ കളേഴ്സിലൊക്കെയാണ് മെയിനായിട്ട് ക്യാബിൻസും അതുപോലെ തന്നെ ഷോ കിച്ചൺസും ഒക്കെ സെറ്റ് ചെയ്യാറുള്ളത്. മറിച്ച് വളരെ ഒരു വെറൈറ്റി തീമിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലോട്ട് കയറി വരുമ്പോഴേ ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് ഒരു സീറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഓവന്റെ യൂണിറ്റും അതുപോലെ തന്നെ ഇവിടെ ടോൾ യൂണിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു C ടൈപ്പ് പോലാണ് ഇവിടെ ഈ ഒരു റാക്ക് ചെയ്തിട്ടുള്ളത്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് വൈറ്റ് കളറിലെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വാഷ് ബേസിന്റെ ഭാഗത്ത് കണ്ടപ്പോൾ തന്നെ തിക്നെസ്സിന് വേണ്ടിയിട്ട് 45 ചെയ്തിട്ടുള്ളത്. താഴെ ആയിട്ടും ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ക്യാബിൻസ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും അതത് ക്യാബിൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊടിച്ചിട്ടാണ് ഇവിടെ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റാക്കിലായിട്ട് തന്നെയാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. ഒരുപാട് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് ചെയ്ത ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ ഇത്. അതും അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ തന്നെയാണ്. ഇവിടെ നമുക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഈ ബോൾ മൊത്തത്തിൽ മിനി വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത്. കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ മുകളിലോട്ട് വരികയാണെങ്കിലും ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റൗവിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. അവിടെ താഴെയായിട്ട് നമുക്ക് ഫ്ലെക്സ് ട്രേ, പ്ലേറ്റ് ട്രേ തുടങ്ങിയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് തന്നെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള ബൗളുകളും പാത്രങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിൽ ഒരു കുഞ്ഞു ക്യാബിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നിന്നാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇവിടെ നമ്മുടെ ഈ മുകളിൽ കൊടുത്ത ക്യാബിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. മുകളിൽ മാത്രമല്ല കേട്ടോ, താഴെയായിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ഇവിടെ ആയിട്ട് ലുവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ഹൈ ചെയറും വരുന്നുണ്ട്. അതിന് പുറമെ മുകളിലായിട്ടും അത്യാവശ്യം വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്യാബിൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ തീമിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സീലിംഗിലോട്ട് പോവുകയാണെങ്കിൽ സീലിംഗിലായിട്ട് സിലിണ്ടർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലായിട്ട് ഇതുപോലെ കുഞ്ഞു ഹോൾസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നൈറ്റ് ലുക്ക് വന്നിട്ട്. അത്യാവശ്യം ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു